എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സർവമു സൂര്യനാൽ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലെ അന്തരീക്ഷ താപനിലയാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. അന്തരീക്ഷ താപനില പ്രദേശത്തിനും കാലത്തിനുമനുസരിച്ച് വ്യത്യസ്തമാകുന്നുണ്ട്. ഭൂമിയുടെ ഊർജ്ജ സ്രോതസ്സാണ് സൂര്യൻ. ഹ്രസ്വതരംഗങ്ങളായി ഭൂമിയിലെത്തുന്ന സൗരോർജ്ജത്തെ സൗരവികിരണം അഥവാ ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ ഓർ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നു. സൗരവികിരണം ഭൂമിയിലെത്തുമ്പോൾ ഏകദേശം 1/3 ഭാഗം മേഘങ്ങളും ഭൂമിയുടെ ഉപരിതലവും വഴി ബഹിരാകാശത്തേക്ക് പ്രതിഫലിക്കുന്നു. ശേഷിക്കുന്ന 2/3 ഭാഗം ഭൂമിയുടെ ഉപരിതലം, കരയും സമുദ്രങ്ങളും ആഗിരണം ചെയ്ത് അതിനെ ചൂടാക്കുന്നു. തൽഫലമായി ഭൂമി അധികം ചൂടാകാതെയോ തണുക്കാതെയോ ഇരിക്കുന്നു. അന്തരീക്ഷ താപന പ്രക്രിയകൾ. സൗരവികിരണങ്ങളാൽ ചൂടാകുന്ന ഭൗമോപരിതലം വിവിധ പ്രക്രിയകളിലൂടെ ഈ താപത്തെ അന്തരീക്ഷത്തിലേക്ക് തന്നെ വ്യാപിപ്പിക്കുന്നു. ഇവ ഏതെല്ലാമെന്ന് നോക്കാം. താപചാലനം അഥവാ കണ്ടക്ഷൻ. കരയുമായി സമ്പർക്കത്തിലുള്ള വായു സാവധാനം ചൂടുപിടിക്കുന്നു. ചൂടുപിടിച്ച താഴത്തെ പാളിയിലെ വായുവുമായി സമ്പർക്കത്തിലുള്ള മുകളിലത്തെ പാളിയും ചൂടുപിടിക്കുന്നു. ഈ പ്രക്രിയയെ താപചാലനം എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഊഷ്മാവുകളുള്ള 2 വസ്തുക്കൾ സമ്പർക്കത്തിലാവുമ്പോൾ ചൂടുള്ളതിൽ നിന്ന് തണുത്ത വസ്തുവിലേക്ക് ഊർജം പ്രവഹിക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. 2 വസ്തുക്കളുടെയും ഊഷ്മാവ് ഒരുപോലെയാകും വരെയോ വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നവരെയോ ഈ താപ കൈമാറ്റം തുടരുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴത്തെ പാളി ചൂടുപിടിക്കുന്നത് പ്രധാനമായും താപചാലനം പ്രക്രിയ വഴിയാണ്. സംവഹനം അഥവാ കൺവെക്ഷൻ. ഭൂമിയുമായി സമ്പർക്കത്തിലുള്ള വായു ചൂടുപിടിച്ച് വായുപ്രവാഹമായി കുത്തനെ മുകളിലോട്ടുയരുന്നതിനോടൊപ്പം അന്തരീക്ഷത്തിലെ താപവും മുകളിലോട്ടുയരുന്നു. ഇത്തരത്തിൽ താപ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് സംവഹനം എന്നറിയപ്പെടുന്നത്. സംവഹന പ്രക്രിയ വഴിയുള്ള താപ കൈമാറ്റം ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ് നടക്കുന്നത്. അഭിവഹനം അഥവാ അഡ്വെക്ഷൻ. തിരശ്ചീന തലത്തിലുള്ള വായുവിൻ്റെ ചലനത്തിലൂടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് വിളിക്കുന്നത്. വായുവിൻ്റെ ലംബചലനത്തേക്കാൾ താരതമ്യേന പ്രധാനപ്പെട്ടതാണ് തിരശ്ചീന ചലനം. മധ്യ അക്ഷാംശ പ്രദേശങ്ങളിലെ ദൈനംദിന കാലാവസ്ഥയിൽ രാത്രിയും പകലുമുള്ള താപവ്യത്യാസത്തിന് കാരണമാകുന്നത് അഭിവഹനമാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക കാറ്റായ ലൂ ഉണ്ടാകുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. താപചാലനം, സംവഹനം, അഭിവഹനം എന്നീ പ്രക്രിയകൾ ഭൂമിയോട് അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത്. ഭൗമവികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ. സൂര്യനിൽ നിന്നുള്ള ഹ്രസ്വതരംഗ വികിരണം ഭൗമോപരിതലത്തെ ചൂടുപിടിപ്പിക്കുന്നു. ചൂടുപിടിച്ച ഭൂമിയിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ താപം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ഈ ഊർജം അന്തരീക്ഷത്തെ താഴെ നിന്നും മുകളിലേക്ക് ചൂടുപിടിപ്പിക്കുന്നു. ഈ പ്രക്രിയയെ ഭൗമവികിരണം എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതഗൃഹവാതകങ്ങളും ദീർഘതരംഗ രൂപത്തിലുള്ള ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യുന്നു. തന്മൂലം ഭൗമവികിരണം വഴി അന്തരീക്ഷം പരോക്ഷമായി ചൂടുപിടിക്കുന്നു. ചൂടുപിടിച്ച അന്തരീക്ഷം താപത്തെ തിരികെ ശൂന്യാകാശത്തേക്ക് പ്രസരിപ്പിക്കുന്നു. സൂര്യനിൽ നിന്ന് ഭൂമി സ്വീകരിച്ച താപം തിരികെ ശൂന്യാകാശത്തേക്ക് പ്രക്ഷേപിക്കപ്പെടുന്നത് മൂലമാണ് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സ്ഥായിയായ താപനില കാത്തു സൂക്ഷിക്കപ്പെടുന്നത്. ഹീറ്റ് ബജറ്റ്. ഭൂമിയിൽ താപം അമിതമായി കുമിഞ്ഞുകൂടുകയോ നഷ്ടമാവുകയോ ചെയ്യുന്നില്ല. സൗരവികിരണങ്ങളായി താപം ഭൂമിയിലെത്തുന്നു. അതുപോലെ ഈ താപം ഭൗമവികിരണമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് തുല്യമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ താപം ക്രമമായി നിലനിൽക്കുന്നത്. പട്ടിക ശ്രദ്ധിക്കൂ. സൂര്യനിൽ നിന്നും അന്തരീക്ഷത്തിൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൗരവികിരണം 100 യൂണിറ്റ് ആണെന്ന് സങ്കല്പിക്കുക. അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സൗരോർജ്ജത്തിൻ്റെ കുറച്ചു ഭാഗം പ്രതിഫലിക്കപ്പെടുകയും ചിതറിപ്പോവുകയും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ബാക്കി വരുന്ന ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിൽ എത്തുന്നത്. ഏതാണ്ട് 35 യൂണിറ്റ് താപം ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലിച്ച് ശൂന്യാകാശത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പ്രതിഫലിച്ചു പോകുന്ന വികിരണത്തിൻ്റെ തോതിനെയാണ് ഭൂമിയുടെ പ്രതിഫലനത്വം അഥവാ ആൽബിഡോ ഓഫ് ദ എർത്ത് എന്ന് വിളിക്കുന്നത്. ബാക്കി വരുന്ന 65 യൂണിറ്റിൽ 14 യൂണിറ്റ് താപം അന്തരീക്ഷവും 51 യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലവും ആഗിരണം ചെയ്യുന്നു. അതായത് 65 യൂണിറ്റ് താപം അന്തരീക്ഷത്തിനും ഭൗമോപരിതലത്തിനുമായി ലഭിക്കുന്നു. എന്നാൽ ഈ 65 യൂണിറ്റ് താപം ഭൗമവികിരണത്തിലൂടെയും നേരത്തെ അന്തരീക്ഷം ആഗിരണം ചെയ്ത താപവും ശൂന്യാകാശത്തേക്ക് തിരിച്ചയക്കപ്പെടുന്നു. തന്മൂലം ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും യഥാക്രമം 65 യൂണിറ്റും സൂര്യനിൽ നിന്നും സ്വീകരിക്കുന്ന 65 യൂണിറ്റും തുല്യമാവുന്നു.
ഇതിനെയാണ് താപ ബജറ്റ് അല്ലെങ്കിൽ ഭൂമിയുടെ താപസന്തുലനം എന്ന് പറയുന്നത്. ഭൂമിയുടെ താപസന്തുലന പ്രക്രിയയുടെ ഫലമായി ഭൗമോപരിതലം കൂടുതൽ ചൂട് പിടിക്കാതെയും തണുക്കാതെയും നിലനിൽക്കുന്നു. താപനില. സൗരതാപനത്തിലൂടെയാണ് ഭൗമോപരിതലവും ഭൗമോപരിതലത്തോടടുത്ത അന്തരീക്ഷ ഭാഗവും ചൂട് പിടിക്കുന്നത്. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവാണ് താപനില. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. എന്നാൽ കുറഞ്ഞ താപനിലയാകട്ടെ സൂര്യോദയത്തിന് തൊട്ടു മുൻപും. താപനില കണക്കാക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. കൂടിയ താപനില ഉച്ചയ്ക്ക് 2 മണിക്കാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം ഇത്? 12 മണിക്കാണ് കൂടുതൽ സൗരോർജം ലഭിക്കുന്നത്. എന്നാൽ ഭൗമവികിരണം മൂലം അന്തരീക്ഷത്തിൽ ചൂട് പിടിക്കുന്നതിന് ഏകദേശം 2 മണിക്കൂർ സമയം വേണം. അതുകൊണ്ടാണ് കൂടിയ താപനില ഉച്ചയ്ക്ക് 2 മണിക്ക് അളക്കുന്നത്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപാന്തരം അഥവാ ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. ദൈനിക താപാന്തരം കാണുന്നത് കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനില അഥവാ ദൈനിക താപാന്തരം = കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില അഥവാ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. ഇത് കണക്കാക്കുന്നത് ദൈനിക ശരാശരി താപനില = കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. മാക്സിമം മിനിമം തെർമോമീറ്റർ. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇതിൽ 2 തെർമോമീറ്ററുകൾ U ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിനാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. മാക്സിമം തെർമോമീറ്ററിനുള്ളിലെ രസം താപമേറ്റ് വികസിക്കുകയും അത് ലോഹനിർമ്മിതമായ സൂചികയെ തള്ളി ഉയർത്തുകയും ചെയ്യുന്നു. അന്നേ ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനിലയ്ക്ക് നേരെ ഇത് നിൽക്കുന്നു. സൂചികയുടെ സ്ഥാനം നോക്കി ദിവസത്തിലെ ഏറ്റവും കൂടിയ താപനില ഏത് സമയത്തും വായിച്ചെടുക്കാം. മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകൾ ഭാഗത്ത് ആൽക്കഹോൾ നിറച്ചിരിക്കുന്നു. താപനില കുറയുമ്പോൾ ആൽക്കഹോൾ സങ്കോചിക്കുന്നതിനാൽ സൂചികയെ മുകളിലേക്ക് വലിക്കുന്നു. സമതാപരേഖയും താപീയ മധ്യരേഖയും. വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ താപനിലയെ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച താപവിതരണ ഭൂപടമാണ് തന്നിരിക്കുന്നത്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒഴുക്കൻ വരകൾ വരച്ചിട്ടുണ്ട്. ഭൂപടങ്ങളിൽ താപവിതരണം കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഈ വരകളെയാണ്. ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ സമതാപരേഖകൾ അഥവാ ഐസോതേംസ് എന്ന് വിളിക്കുന്നു. താപീയ മധ്യരേഖ. ഭൂമിയിൽ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപരേഖ വരച്ചാൽ ഇത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തു കൂടി കടന്നുപോകും. ഈ സാങ്കല്പിക രേഖയെ താപീയ മധ്യരേഖ അഥവാ തെർമൽ ഇക്വേറ്റർ എന്നാണ് വിളിക്കുന്നത്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊരു പ്രദേശത്തെയും വായുവിൻ്റെ ഊഷ്മാവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒരു സ്ഥലത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, ഒരു സ്ഥലത്തിൻ്റെ ഉയരം, സമുദ്രത്തിൽ നിന്നുള്ള അകലവും കാറ്റും മറ്റു പ്രാദേശിക കാരണങ്ങളും. അക്ഷാംശ സ്ഥാനം. ഒരു സ്ഥലത്തിൻ്റെ ഊഷ്മാവ് അവിടെ ലഭിക്കുന്ന സൗരവികിരണത്തിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ കൂടുതൽ ഊർജം ലഭിക്കുന്നു. ചിത്രം ശ്രദ്ധിച്ചല്ലോ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏതാണ്ട് ലംബമായാണ് സൗരവികിരണം പതിക്കുന്നതെങ്കിലും ധ്രുവങ്ങളോടടുക്കും തോറും സൂര്യരശ്മികളുടെ പതനക്കോണിൽ ചരിവുണ്ടാകുന്നു. കൂടുതൽ ചരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നു. ഇത് മിതോഷ്ണ ശൈത്യമേഖലകളിൽ ഉഷ്ണമേഖലയെ അപേക്ഷിച്ച് ചൂട് കുറവാകാൻ കാരണമാകുന്നു. സ്ഥലത്തിൻ്റെ ഉയരം എങ്ങനെയാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഭൗമവികിരണമാണ് അന്തരീക്ഷത്തെ താഴെ നിന്നും മുകളിലോട്ട് ചൂട് പിടിപ്പിക്കുന്നത്. ആയതിനാൽ സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉയർന്ന ഊഷ്മാവും സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ ഊഷ്മാവ് കുറവുമായിരിക്കും. അതായത് സാധാരണയായി ഊഷ്മാവ് ഉയരം കൂടുന്തോറും കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്ന തോതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇത് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിലാണ്. സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഒരു സ്ഥലത്തിൻ്റെ താപനിലയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കടലിൽ നിന്നുള്ള ദൂരം. കരയെ അപേക്ഷിച്ച് കടൽ സാവധാനം ചൂട് പിടിക്കുകയും സാവധാനം ചൂട് നഷ്ടമാവുകയും ചെയ്യുന്നു.
അതേസമയം കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു. ആയതിനാൽ കരയെ അപേക്ഷിച്ച് കടലിൽ താപവ്യതിയാനങ്ങൾ കുറവാണ്. കടലിനു സമീപത്തുള്ള പ്രദേശങ്ങളിൽ കടൽക്കാറ്റും കരക്കാറ്റും മൂലം മിതമായ ഊഷ്മാവ് നിലനിൽക്കുകയും ചെയ്യുന്നു. പട്ടികയിൽ നൽകിയിട്ടുള്ള നഗരങ്ങളിൽ സമുദ്ര സാമീപ്യമുള്ള നഗരങ്ങളിൽ മിതമായ ചൂട് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. കാറ്റുകൾ. കടൽക്കാറ്റും കരക്കാറ്റും പോലെ ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും ഒരു പ്രദേശത്തിൻ്റെ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഉഷ്ണക്കാറ്റുകൾ ഉള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ചൂടും ശീതക്കാറ്റുകൾ ഉള്ള പ്രദേശങ്ങളിൽ കുറഞ്ഞ ചൂടും അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ഉഷ്ണജല പ്രവാഹങ്ങളുള്ള സമുദ്രത്തോടടുത്ത സ്ഥലങ്ങളിൽ താപനില കൂടിയിരിക്കും. ശീതജല പ്രവാഹം കടന്നുപോകുന്ന സമുദ്രതീരങ്ങളിൽ താപനില വളരെ കുറഞ്ഞിരിക്കുന്നു. ആഗോള താപവിതരണം. ഭൂമിയിലെ ഉപരിതല ഊഷ്മാവിൻ്റെ വിതരണത്തെയാണ് ഭൂപടത്തിൽ നൽകിയിട്ടുള്ളത്. താപവിതരണം അടയാളപ്പെടുത്തിയിരിക്കുന്നത് സമതാപരേഖകൾ അഥവാ ഐസോതെർംസ് ഉപയോഗിച്ചാണ്. തുല്യ താപനിലയുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപ രേഖകൾ മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളാണ്. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ കരയുടെ വിസ്തൃതി ദക്ഷിണാർദ്ധഗോളത്തിനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ കരയുടെയും സമുദ്രജല പ്രവാഹങ്ങളുടെയും സ്വാധീനം ഏറെയാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ കരഭാഗങ്ങളേക്കാൾ സമുദ്രഭാഗങ്ങൾ കൂടുതലാണ്. സമുദ്രഭാഗങ്ങൾ ഏറെക്കുറെ ഒരുപോലെയാണ് ചൂടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളായത്. ദക്ഷിണാർദ്ധഗോളത്തിൽ താപവ്യതിയാനത്തിൻ്റെ നിരക്ക് താരതമ്യേന കുറവാണ്. അന്തരീക്ഷത്തിലെ ജലം. അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യതിയാനം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ വിവിധ തരം അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കുള്ള കാരണം. അന്തരീക്ഷ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഒന്നാണ് അന്തരീക്ഷത്തിലെ ജലാംശം. അന്തരീക്ഷത്തിലെ ജലാംശത്തെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. അന്തരീക്ഷ ജലാംശം എല്ലാ പ്രദേശങ്ങളിലും ഒരേ അളവിലായിരിക്കില്ല. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. വ്യത്യസ്ത പ്രദേശങ്ങളിലെന്ന പോലെ വിവിധ സമയങ്ങളിലും ആർദ്രത വ്യത്യസ്തമായിരിക്കും. വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത അഥവാ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം ഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാക്കുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ അഥവാ സാച്ചുറേഷൻ ലെവൽ എന്ന് വിശേഷിപ്പിക്കുന്നു. അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണം ആരംഭിക്കും. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ തുഷാരാങ്കം അഥവാ ഡ്യൂ പോയിന്റ് എന്ന് വിളിക്കുന്നു. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്ന ശതമാനത്തിൽ കാണുന്നു. ഈ ആനുപാതിക അളവിനെ ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെങ്കിൽ ആപേക്ഷിക ആർദ്രത 50% ഇത് കണക്കാക്കുന്നതിന് വേണ്ടി ആപേക്ഷിക ആർദ്രത = കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് × 100. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചാണ് കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. ഘനീകരണ രൂപങ്ങൾ. ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നതിന് അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തിയതിനു ശേഷം നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് ഘനീകരണം സംഭവിക്കുന്നു. ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹിമം, മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം എന്നിവ ചില ഘനീകരണ രൂപങ്ങളാണ്. തുഷാരം അഥവാ ഡ്യൂ. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതാണ് തുഷാരം. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിൽ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ഇങ്ങനെയാണ് തുഷാരം അഥവാ ഡ്യൂ ഉണ്ടാകുന്നത്. ഹിമം അഥവാ ഫ്രോസ്റ്റ്. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ ഭൂമിയിലുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം നേർത്ത ഹിമകണങ്ങളാകും രൂപം കൊള്ളുന്നത്.
ഘനീകരണത്തിൻ്റെ ഈ രൂപത്തെ ഹിമം അഥവാ ഫ്രോസ്റ്റ് എന്ന് പറയുന്നു. അടുത്താണ് സ്മോഗ്. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് സ്മോഗ് എന്ന അന്തരീക്ഷ അവസ്ഥ രൂപം കൊള്ളുന്നു. ഇത് ഗതാഗതത്തിനും തടസ്സം സൃഷ്ടിക്കാറുണ്ട്. മൂടൽമഞ്ഞ്, ഫോഗ് ആൻഡ് മിസ്റ്റ്. അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഇതാണ് മൂടൽമഞ്ഞ്. ഭൂമിയോട് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്നു തന്നെ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാം. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് രൂപം കൊള്ളുന്നത്. ഇത് ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്താറുണ്ട്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്നും, ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലധികമാണെങ്കിൽ നേർത്ത മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ് എന്നും വിളിക്കുന്നു. ശൈത്യകാലത്ത് മൂടൽമഞ്ഞ് കാരണം വടക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിടാറുണ്ട്. മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. അതിനാലാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. ആകാശത്തിൽ വിവിധതരം മേഘങ്ങൾ ഉണ്ട്. രൂപത്തിൻ്റെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മേഘങ്ങളെ വർഗീകരിക്കാം. സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നു. കുമുലസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ട് പോലുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. നിംബസ് മേഘങ്ങൾ താഴ്ന്ന വിതാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണിവ. ജലകണികകൾ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ സ്വതന്ത്രമായിട്ടല്ല പൊതുവെ കാണപ്പെടുന്നത്. വിവിധ തരം മേഘങ്ങൾ കൂടിച്ചേർന്നാണ് പലപ്പോഴും നമുക്ക് ദൃശ്യമാകുന്നത്. ഉദാഹരണത്തിന് കുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണുമ്പോൾ അതിനെ കുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സ്ഥിതി ചെയ്യുന്ന ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4 ആയി തരംതിരിക്കാം. വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ, മധ്യമേഘങ്ങൾ, താഴ്ന്ന മേഘങ്ങൾ, കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ എന്നിവയാണിത്. വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ. നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പം കൂട്ടുന്നു. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ വർഷണം എന്ന് വിളിക്കാം. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നിവ. സാധാരണയായി വർഷണം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. ഇതാണ് മഴ അഥവാ റെയിൻഫോൾ. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായാണ് ഭൂമിയിലെത്തുന്നത്. ഇതാണ് മഞ്ഞുവീഴ്ച അഥവാ സ്നോഫാൾ. ചിലപ്പോൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാനിടയായാൽ അവ തണുത്തുറഞ്ഞു മഞ്ഞുകട്ടകളായി ഭൂമിയിൽ പതിക്കാറുണ്ട്. ഈ വർഷണ രൂപത്തെ ആലിപ്പഴം വീഴ്ച അഥവാ ഹെയിൽ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും പരിചിതമായ വർഷണ രൂപമാണ് മഴ. പലതരം മഴകളുണ്ട്. അതിലൊന്നാണ് ശൈലവൃഷ്ടി. ശൈലവൃഷ്ടി എങ്ങനെയുണ്ടാകും നോക്കാം. കടലിൽ നിന്നും നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വതച്ചരിവുകളിലൂടെ ഉയർന്ന തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി, ഓർഗ്രാഫിക് റെയിൻഫാൾ എന്നറിയപ്പെടുന്നു. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നു. സംവഹന മഴ. ഉയർന്ന താപനിലയും എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന മഴയും മധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകളാണ്. ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഈ വായു തണുത്ത ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപമെടുക്കുന്നു. തുടർന്ന് ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന മഴ അഥവാ കൺവെക്ഷണൽ റെയിൻ എന്ന് വിളിക്കുന്നു. സംവഹന മഴ ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ്. തീരദേശ മഴ. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും.
കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വച്ച് കരയിലെ വായുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴയെ തീരദേശ മഴ അഥവാ ബോർഡർ റെയിൻ എന്ന് വിളിക്കുന്നു. 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സർവ്വവും സൂര്യനാൽ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.